ഹദീസിലൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 7 വയസ്സായാൽ കുട്ടികളോട് നിസ്കരിക്കാൻ പറയണം, 10 വയസ്സായ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ പണിഷ് ചെയ്യണം എന്നൊക്കെ. പക്ഷേ അതിന് ശേഷം അതേ ഹദീസിൻ്റെ ഒരു ഭാഗമാണ് 10 വയസ്സായാൽ തന്നെ മക്കളെ പാരൻസ് അവരുടെ മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് വേറൊരു സ്ഥലത്ത് അവരെ ഉറക്കണം. അവരുടെ കാര്യങ്ങൾ, പ്രൈവസി കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കണം. ഇതിൻ്റെ പിന്നിൽ പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഈയിടെയാണ് ഒരു നോവലിൽ ഞാൻ കണ്ടത്, അതിലെ ക്യാരക്ടർ വളരെ ഒരു ചൈൽഡ്ഹുഡ് ട്രോമയിലൂടെയാണ് കടന്നുപോയത്. കാരണം ആ കുട്ടിയുടെ പാരൻസിൻ്റെ സെക്ഷൽ ഇൻ്റർകോഴ്സ് അവൻ നേരിട്ട് ദിവസങ്ങളോളം കാണുകയും ആ ഒരു പ്രായത്തിൽ ഇതെന്താണ് എന്ന് പോലും അറിയാത്ത പ്രായത്തിൽ അതിനോട് ക്യൂരിയോസിറ്റി തോന്നുകയും അത് അവൻ്റെ ഒരു റിലേറ്റീവിനോട് സംസാരിച്ചപ്പോൾ ആ റിലേറ്റീവ് ഈ ക്യാരക്ടറിനെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും അങ്ങനെ അവസാനം വലുതായപ്പോൾ ആ കുട്ടി അല്ലെങ്കിൽ ആ ഒരു യുവാവ് വളരെ മോശമായൊരു ലൈഫിലേക്ക് പോവുകയും ചെയ്തു എന്നുള്ളതാണ് ആ നോവലിൻ്റെ ഒരു ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആസ് പാരൻസ് നമ്മുടെ കുട്ടികളെ ഒരു പ്രായമായി എത്തിക്കഴിഞ്ഞാൽ അതിൽ വയസ്സിൻ്റെ ഒന്നും കാര്യം നോക്കണ്ട, അവർക്കൊരു മെച്യൂരിറ്റി ഉണ്ട് എന്ന് തോന്നുന്ന സമയത്ത് അവരെ മാറ്റിക്കിടത്തണം. ഇല്ല എങ്കിൽ പല കാര്യങ്ങളും സംഭവിച്ചേക്കാം. ഒരു പക്ഷേ ഇനി മാറ്റിക്കിടത്തിയിട്ടില്ല പോലും ഒരു പ്രൈവസി സ്വീകരിക്കേണ്ടതുണ്ട്, എസ്പെഷ്യലി ലൈംഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ, ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ. കാരണം ഇസ്ലാം ഈ കാര്യത്തിൽ പോലും വളരെ കൃത്യമായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. പാരൻസിന് അത് ആവശ്യമായിരിക്കാം, പക്ഷെ കുട്ടികളുടെ മുന്നിൽ അവരെങ്ങാനും കാണുന്ന തരത്തിൽ അത് ചെയ്തു പോയാൽ ഈ കുട്ടി ആ ഏർലി ഏജിൽ അനുഭവിക്കുന്ന ഒരു ട്രോമ, അവൻ പിന്നീട് അവൻ്റെ ജീവിതത്തിലുടനീളം ഇവരെ കാണുന്ന രീതി ഒക്കെ വളരെ നമുക്ക് ചിന്തിക്കാൻ കഴിയാവുന്നതിനപ്പുറമായിരിക്കും ആ കാര്യങ്ങൾ സംഭവിക്കുക. പരിശുദ്ധ ഖുർആൻ ആ കാര്യമൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് നൂർ 59-ാമത്തെ ആയത്തിൽ മുതിർന്നാൽ നമ്മുടെ കുട്ടികൾ പാരൻസിൻ്റെ മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സമ്മതം ചോദിക്കണമെന്നാണ്. ഒരേ വീട്ടിലാണ് അവർ, പക്ഷേ വ്യത്യസ്ത മുറികളിലായിരിക്കണമെന്നാണ് അവിടെ പറയുന്നത്. പാരൻസിൻ്റെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ സമ്മതം ചോദിക്കണമെന്ന്.